എൻ്റെ പേര് ആഷിഖ് രാജീവ്. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ RRB PO എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് മെയിൻ കാരണം ഞാൻ ICD വന്നതാണ്. പക്ഷേ ഇതിന് വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു POൻ്റെ. അതിൻ്റെ എക്സാം ഞാൻ ക്ലിയർ ചെയ്തായിരുന്നു. എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു ജോലി ഭയങ്കര അത്യാവശ്യമായിരുന്നു. അതായത് എല്ലാവർക്കും നമുക്കറിയാം, എല്ലാവർക്കും ഒരു ജോലി വേണം. പക്ഷേ എനിക്ക് ശരിക്കും വിഷണമൊന്നും ഇല്ലായിരുന്നു എന്ത് ജോലി വേണം എന്നൊക്കെ. ആ സമയത്താണ് ഈ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വരുന്നതും ഞാൻ എക്സാം ക്ലിയർ ആവുന്നതും. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്നെക്കൊണ്ട് ബാങ്ക് ജോലി നേടാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബാങ്ക് കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഞാൻ ആദ്യം നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ICDനെ കുറിച്ച് അറിയുന്നത്. അന്ന് JK സാറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ആ സമയത്താണ് SBIയുടെ ഒക്കെ റിക്രൂട്ട്മെൻറ്റും റിസൾട്ടൊക്കെ വരുന്നത്. ആ വീഡിയോ ഒക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി, അങ്ങനെയാണെങ്കിൽ ഞാനും ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കും ജോലി കിട്ടാം. അങ്ങനെ ഞാൻ ജൂലൈ ബാച്ച്, എൻ്റെ PG കഴിഞ്ഞത് ജൂലൈയിലാണ്. അന്ന് ഞാൻ ആദ്യം ജൂൺ ബാച്ചിൽ ചേരാനായിരുന്നത്. പക്ഷേ ഈ ജൂൺ ബാച്ച് പ്രോജക്റ്റിൻ്റെ വർക്കൊക്കെ ഉള്ള കാരണം ചേരാൻ പറ്റില്ല. അങ്ങനെ ജൂലൈ ബാച്ചിൽ ഞാൻ വന്ന് ചേരുകയാണ്. ചേർന്ന് കഴിയുമ്പോൾ ആദ്യത്തെ മെൻറ്റേഴ്സൊക്കെ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തു. ഞാൻ ഒന്നാമത്തെ MSc മാത്സ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു മാത്സൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ മാത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിലിംസ് ആണെങ്കിൽ പോലും 20 മിനിറ്റിൽ 35 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ച കൺവെൻഷണൽ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ഇവിടുത്തെ മെൻറ്റേഴ്സ് നമുക്ക് ട്രിക്കൊക്കെ പറഞ്ഞുതരും. ആ ട്രിക്കൊക്കെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഗ്രാജുവലി നമ്മൾ സ്പീഡ് മേക്കപ്പായി വരും. അങ്ങനെ സ്പീഡ് മേക്കപ്പായിട്ടാണ് എനിക്ക് ആദ്യത്തെ പ്രിലിംസ്, ആ കൊല്ലം എഴുതി ഒറ്റ പ്രിലിംസും എനിക്ക് ക്ലിയർ ആകാൻ പറ്റില്ല. എനിക്ക് RRB ഒക്കെ ആണെങ്കിൽ എനിക്കൊരു കട്ട് ഓഫ് 50 ആയിരുന്നു. എനിക്ക് 30 ആ റേഞ്ച് മാർക്കേ ഉള്ളായിരുന്നു. പിന്നെ SB ആണ് ഏറ്റവും അവസാനത്തെ എക്സാം നമ്മുടെ ബാങ്ക് സെക്ടറിൽ വരുന്നത്. അതിന് ക്ലർക്ക് 76 കട്ട് ഓഫ് ആയിരുന്നു. എനിക്ക് 72. അങ്ങനെയൊക്കെ ആയപ്പോൾ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര അടുത്ത് വന്നില്ല, അപ്പോൾ ഒരു കൊല്ലം കൂടിയും ട്രൈ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ കിട്ടും. അങ്ങനെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിന്, അതായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ആദ്യത്തെ RRB പ്രിലിംസ് വിളിക്കുന്നത്. ആ എക്സാം എനിക്ക് കട്ട് ഓഫ് ഞാൻ ക്ലിയർ ആയി. അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രിലിംസ് ക്ലിയർ ആയിരുന്നു. അവിടെ മുതൽ പിന്നെ RRB ക്ലർക്ക് വന്നു, IBPS ക്ലർക്ക് വന്നു, IBPS B വന്നു, അങ്ങനെ എക്സാംസ് എല്ലാം വരുന്നുണ്ടായിരുന്നു. അത് ഓരോന്നും എനിക്ക് ക്ലിയർ ആവാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഞാൻ പഠിക്കുന്ന സമയത്ത് മെയിൻസും ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ പ്രിപ്പയർ ആയിരുന്നു. കാരണം എനിക്ക് SBI കഴിഞ്ഞപ്പോഴും മനസ്സിലായി, ഒന്നും കൂടി വർക്കൗട്ട് ചെയ്താൽ പ്രിലിംസ് കിട്ടും. പ്രിലിംസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, നമ്മൾ പ്രിലിംസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. കാരണം എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 പാറ്റേൺ ഉണ്ട്, ഒന്ന് പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിൻസും പഠിക്കണം. മെയിൻസിൻ്റെ കൂടെ ഞാൻ ആ സമയത്ത് മെയിൻസും കൂടി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 2 പ്രിലിംസിൻ്റെ മോക്ക് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൊത്തം മെയിൻസ് ആയിരിക്കും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മെയിൻസ്, കാരണം നമുക്ക് പ്രിലിംസ് ക്ലിയർ ആയാലും മെയിൻസ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ മെയിൻസ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. മെയിൻസ് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പ്രിലിംസിനേക്കാളും ടഫാണ് നമുക്ക് മെയിൻസ് ക്രാക്ക് ചെയ്യാൻ. മെയിൻസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും, ഇപ്പോൾ റീസണിങ് ആയാലും ക്വാണ്ട് ആയാലും ഇംഗ്ലീഷ് ആയാലും ഇത്തിരി ലെവൽ കൂടുതലാണ്. അത് കാരണം തന്നെ നമ്മൾ ടൈം എടുത്ത് വേണം പഠിക്കാൻ. ആദ്യമൊക്കെ ഒരു മെയിൻസൊക്കെ മോക്കൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മാർക്ക് വരും. ഞാൻ കട്ട് ഓഫ് ഒന്നും ക്ലിയർ ആവത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് മെല്ലെ അതിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ആയപ്പോഴാണ് പിന്നെ RRBയുടെ ഒക്കെ എക്സാം വിളിക്കുന്നതും. പിന്നെ വീണ്ടും ഞാൻ പ്രിലിംസിലോട്ട് ഫോക്കസ് ചെയ്തു. കാരണം എക്സാം ആവാറാകുമ്പോൾ നമ്മൾ വീണ്ടും പ്രിലിംസിലോട്ട് പോകും. അങ്ങനെ പ്രിലിംസും പഠിച്ചു. അത് കഴിഞ്ഞാണ് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് മെയിൻസ് ആവും. അപ്പോഴേക്കും ഞാൻ നേരത്തെ മെയിൻസ് പഠിച്ചു വെച്ച കാരണം, അത്യാവശ്യം പഠിച്ച കാരണം എനിക്ക് ഭയങ്കര വർക്കൗട്ട് ചെയ്യേണ്ടി വന്നില്ല. ആകെ വർക്കൗട്ട് ചെയ്യേണ്ടി വന്നത് GA ആണ്. GA മാത്രം നമ്മളെന്നും റിവൈസ് ചെയ്യണം. ബാക്കിയെല്ലാം നമ്മൾ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് കുറയത്തില്ല. അപ്പോൾ അതിൻ്റെ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പിന്നെ GA ഞാൻ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ ദിവസവും ഒരു മന്ത്ലി PDF ആയാലും അങ്ങനത്തെ നമുക്ക് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി PDFും അതുപോലെ ഡെയിലി GA ഒക്കെ കിട്ടും. അത് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമല്ല, GAയുടെ പല മോക്ക് ടെസ്റ്റും പല സൈസിലും ഉണ്ട്. അത് ഞാൻ മാക്സിമം വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇത് കിട്ടും. അപ്പോൾ ഇത്തവണത്തെ ആദ്യത്തെ RRB PO എഴുതിയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത അറ്റംപ്റ്റ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് JK സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഇൻ്റർവ്യൂ എങ്ങനെയാണ് പറയേണ്ടതെന്നൊക്കെ പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ഓർക്കാനുണ്ട്. എൻ്റെ കൂടെ ഒരു 10-15 പേരുണ്ടായിരുന്നു. അവർക്കെല്ലാം നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്താ പറയണ്ടേ
എന്നൊക്കെ സാറ് കൃത്യമായി പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് വായിപ്പിച്ചായിരുന്നു. ആദ്യം നമ്മളോട് എഴുതി വരാൻ പറഞ്ഞിട്ട് ആ സാധനം നമ്മളെ കൊണ്ട് വായിപ്പിച്ച് കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് അതെനിക്ക് വളരെ യൂസ്ഫുള്ളായി. കാരണം ഇൻ്റർവ്യൂ പോയപ്പോൾ ഇങ്ങനെയൊക്കെ കാരണം എനിക്ക് ഭയങ്കര ടെൻഷനൊന്നുമില്ല, ഞാൻ ടെൻഷൻ ഫ്രീ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ നന്നായി ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞാണ് റിസൾട്ട് ഈ ജനുവരി വന്നപ്പോൾ എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ICD പഠിക്കുന്ന സമയത്ത് ഞാൻ ലൈബ്രറി യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മെറ്റീരിയൽ ICDൻ്റെ മെറ്റീരിയൽ ഭയങ്കര നല്ല മെറ്റീരിയലാണ്. കാരണം അവരുടെ ഓരോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. മാത്രമല്ല പല വെറൈറ്റി. ഇപ്പോൾ റീസണിങ്ങിൻ്റെ ഒക്കെ ഞാൻ ലൈബ്രറി യൂസ് ചെയ്യാറുണ്ട്. റീസണിങ്ങിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു. അത് ഇവിടെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അറിയാം. കാരണം ആദ്യമൊക്കെ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രാജുവലി ചില ദിവസങ്ങളിൽ ഞാൻ ഒരു ദിവസത്തിൽ ഒരു പേപ്പർ മാത്രമേ എടുക്കത്തുള്ളായിരുന്നു. പിന്നെ ദിവസങ്ങളിൽ 2 പേപ്പറായി 3 പേപ്പറായി. പിന്നെ ഒരു ദിവസം തന്നെ 5-6 പേപ്പർ വരെ ചെയ്യാൻ പറ്റും, 5-6 സെറ്റ് പേപ്പർ വരെ ചെയ്യാൻ പറ്റും എന്ന ലെവലിലെത്തി. അങ്ങനെയാണ് ഗ്രാജുവേറ്റ് ചെയ്യാൻ പഠിച്ചത്. പിന്നെ ഇവിടെ മെൻറ്റേഴ്സിനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടുണ്ടായിരുന്നു. ക്വാണ്ടൊക്കെ എനിക്ക് ഞാനൊരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൂ എനിക്ക് ക്വാണ്ടിന് സ്പീഡ് വന്നത് ഇവരുടെ ഷോർട്ട് കട്ട് മെത്തേഡ് കൊണ്ടാണ്. ഫിലിംസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇവരുടെ ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മുടെ കൺവെൻഷൻ മെത്തേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് സ്പീഡ് കാണത്തില്ല. നമ്മളെല്ലാത്തിനും കൺവെൻഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കാണത്തില്ല. പിന്നെ ഇംഗ്ലീഷ് ആയാലും ഇവരുടെ മെറ്റീരിയൽ ഇവരുടെയൊക്കെ ഇംഗ്ലീഷ് മെറ്റീരിയലിൻ്റെ പാസേജ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലെങ്തി ആണ്. മാത്രമല്ല അത്യാവശ്യം ലെവലാണ്. നമ്മുടെ എക്സാമിന് PUൻ്റെ മെയിൻസ് ലെവൽ എക്സാംസിൻ്റെ മെറ്റീരിയലാണ് ഇവിടെ കിട്ടുന്നത്. നമ്മളിത് പ്രിലിംസിൽ തന്നെ ചെയ്യുമ്പോൾ നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണല്ലോ, നമ്മൾ പഠിച്ചേക്കാളും ആ ഒരു മൈൻഡ് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വന്നേ പിന്നെയാണ് എനിക്ക് ഈ ഓരോ എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റിയതും. ഞാൻ പിന്നെ ഹാർഡ് വർക്ക് ഉണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. താങ്ക് യു.